മംഗലാപുരത്തിന്റെ ആകാശം അന്ന് കറുത്തിരുണ്ട് ഒരു ശാപം പോലെ നഗരത്തിനുമീതെ താഴ്ന്നു നിന്നിരുന്നു. ഉച്ചതിരിഞ്ഞു തുടങ്ങിയ മഴ സന്ധ്യയോടടുക്കുമ്പോൾ ഒരു പേമാരിയായി മാറി. അറബിക്കടലിൽ നിന്ന് ആഞ്ഞു വീശുന്ന ഉപ്പുകലർന്ന കാറ്റിൽ നഴ്സിംഗ് കോളേജിന്റെ വലിയ ജനാലകൾ പടപടായിടിച്ചു. കോളേജിന്റെ നീളൻ വരാന്തയിൽ പഴകി പായൽ പിടിച്ച വലിയൊരു സിമന്റ് തൂണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാധവിന്റെ മനസ്സ് പുറത്തു പെയ്യുന്ന മഴയേക്കാൾ കലുഷിതമായിരുന്നു. റെഡ് ഓക്സൈഡ് ഇട്ട തറയിൽ മഴവെള്ളം തെറിച്ചുവീണ് ചെറിയ ചുവന്ന കുമിളകളുണ്ടാകുന്നു. ദൂരെ ക്ലാസ് മുറികളിൽ നിന്ന് അവസാന വർഷ വിദ്യാർത്ഥികളുടെ ചിരികളും വർത്തമാനങ്ങളും കേൾക്കാം. ആ സന്തോഷങ്ങൾക്കിടയിൽ താൻ മാത്രം ഒറ്റപ്പെട്ടവനെപ്പോലെ മാധവ് നിന്നു. അവന്റെ കണ്ണുകൾ ലേഡീസ് ഹോസ്റ്റലിന്റെ വലിയ ഇരുമ്പുഗേറ്റുപടിയിൽ തറഞ്ഞു നിന്നിരുന്നു. സമയം വൈകുന്നു. ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നി. അവൾ വരുമോ, അതോ തറവാട്ടുമഹിമയുടെയും പണക്കൊഴുപ്പിന്റെയും ആങ്ങളമാരുടെ കൈക്കരുത്തിന്റെയും ഭീഷണിക്കു മുന്നിൽ ആ പാവം പെൺകുട്ടി തോറ്റുപോകുമോ? നെഞ്ചിനുള്ളിൽ പെരുമ്പറ കൊട്ടുന്നതുപോലെ ഒരസ്വസ്ഥത. പാലക്കാട്ടെ ചെളിയും വിയർപ്പും മണക്കുന്ന പാടവരമ്പത്തുനിന്ന് കഷ്ടപ്പാടുകളുടെ കണക്ക് പുസ്തകം മാത്രം കൈമുതലാക്കി വന്നവനാണ് മാധവ്. അച്ഛന്റെ വിയർപ്പിന്റെയും അമ്മയുടെ പ്രാർത്ഥനയുടെയും ഫലമാണ് തന്റെ ഈ പഠനം. ശാലിനിയാകട്ടെ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഗർവുള്ള വലിയൊരു തറവാട്ടിലെ ഏക മകൾ. കോളേജ് ആർട്സ് ഡേയുടെ അന്ന് സ്റ്റേജിൽ പാട്ടുപാടുന്ന മാധവനെ നോക്കി ആരാധനയോടെ നിന്ന ശാലിനിയുടെ കണ്ണുകളിൽ തുടങ്ങിയതാണ് ഈ പ്രണയം. അന്ന് ആ കണ്ണുകളിൽ കണ്ടത് പ്രണയത്തിന്റെ തിളക്കമായിരുന്നെങ്കിൽ ഇന്ന് അവിടെ കാണാൻ പോകുന്നത് മരണഭയമായിരിക്കുമോ എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. മാധവേട്ടാ, വിറയ്ക്കുന്ന നേർത്ത ഒരു വിളി അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. നനഞ്ഞൊട്ടിയ ചുരിദാർ ധരിച്ച് മഴയത്ത് പാറിപ്പറന്ന മുടിയുമായി ശാലിനി മുന്നിൽ നിൽക്കുന്നു. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽപ്പാടുകൾ വ്യക്തമായിരുന്നു. ചെരുപ്പിടാൻ പോലും അവൾ മറന്നിരുന്നു. കയ്യിൽ ആകെയുണ്ടായിരുന്നത് നനഞ്ഞു കുതിർന്ന ഒരു ചെറിയ ബാഗ് മാത്രം. മാധവ് വേഗത്തിൽ അവൾക്കരികിലെത്തി. എന്താ ശാലു, എന്തുപറ്റി? നീ ആകെ വിറയ്ക്കുകയാണല്ലോ. അവൻ തന്റെ ഷർട്ടിന്റെ തുമ്പുകൊണ്ട് അവളുടെ മുഖത്തെ മഴവെള്ളം തുടച്ചു. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു. എനിക്ക് പേടിയാകുന്നു മാധവേട്ടാ. അച്ഛനും ആങ്ങളമാരും എല്ലാം അറിഞ്ഞു. വീട്ടിൽ വലിയ പ്രശ്നമാണ്. എന്റെ ഫോൺ അവർ എറിഞ്ഞുടച്ചു. എന്നെ കൊന്നാലും അവർക്ക് പ്രശ്നമില്ല. കുടുംബത്തിന്റെ മാനം പോകാതിരുന്നാൽ മതി. നാളെ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വണ്ടി വരും. എനിക്ക് വയ്യ. മാധവേട്ടനില്ലാതെ ഒരു കാതം പോലും മുന്നോട്ടു പോകാൻ എനിക്ക് കഴിയില്ല. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വാക്കുകൾക്കിടയിൽ അവൾ കിതച്ചു. മഴയുടെ ഇരമ്പൽ അപ്പോൾ കൂടിവന്നു. ഇടിമുഴക്കം ആകാശത്തെ പിളർന്നു. മാധവ് അവളുടെ തണുത്ത കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി നെഞ്ചോട് ചേർത്തു. അവന്റെ ഉള്ളിലെ ഭയം ആ നിമിഷം മാഞ്ഞുപോയി. പകരം അവിടെ ഒരു അസാമാന്യമായ ധൈര്യം നിറഞ്ഞു. താൻ സ്നേഹിച്ച പെണ്ണ്, തനിക്കുവേണ്ടി തന്റെ സ്നേഹത്തെ വിശ്വസിച്ച് രാജകൊട്ടാരം പോലുള്ള വീടുപേക്ഷിച്ചു വന്നവൾ, അവളെ സംരക്ഷിക്കേണ്ടത് ഇനി തന്റെ മാത്രം കടമയാണ്. ആരും നിന്നെ ഒന്നും ചെയ്യില്ല ശാലു. ഈ മാധവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൾ കണ്ണുനീരിനിടയിലൂടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ കൊടുങ്കാട്ടിൽ ഉളയാത്ത ഒരു ദീപനാളം പോലെ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. ഉണ്ട്, എനിക്ക് വിശ്വാസമാണ്. മരണം വരെ കൂടെയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ വാ, നമുക്ക് പോകാം. ആരും കാണാത്ത, നമ്മളെ ആരും അറിയാത്തൊരിടത്തേക്ക്. അവിടെ നമുക്ക് മാത്രമായി ഒരു ലോകം പണിയാം. ആ പെരുമഴയത്ത് ഇനി എങ്ങോട്ടില്ലാതെ നനഞ്ഞുകുതിർന്ന പാതയിലൂടെ അവർ ആ ക്യാമ്പസിന്റെ പടിയിറങ്ങി. കാവൽക്കാരന്റെ കണ്ണുവെട്ടിച്ച് ഇരുട്ടിലൂടെ നടക്കുമ്പോൾ പിന്നിൽ അവർ ഉപേക്ഷിച്ചത് പഠിച്ചു തീരാത്ത പാഠപുസ്തകങ്ങൾ മാത്രമല്ല, സ്വന്തം വേരുകളും രക്തബന്ധങ്ങളും ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിലാസങ്ങളും കൂടിയായിരുന്നു. രാത്രിയുടെ മറവിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ ഇരുമ്പുകൂടുപോലെ തോന്നി. പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നേത്രാവതി എക്സ്പ്രസ് കിതച്ചുകൊണ്ടുവന്നു നിന്നു. ട്രെയിനിന്റെ ചൂളിൻവിളിക്ക് ഒരു വിലാപത്തിന്റെ സ്വരമുണ്ടായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിലെ തിക്കിലും തിരക്കിനുമിടയിലേക്ക് ശാലിനിയെക്കൊണ്ട് മാധവ് കഷ്ടപ്പെട്ട് കയറി. വിയർപ്പിന്റെയും പഴയ ഭക്ഷണത്തിന്റെയും ഗന്ധം കലർന്ന ആ ഭോഗിയിൽ അവർക്ക് ശ്വാസം മുട്ടി. സീറ്റുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ലാവേട്രിയുടെ അടുത്തുള്ള ഇത്തിരി സ്ഥലത്ത് പത്രക്കടലാസ് വിരിച്ച് അവർ ഇരുന്നു. കയ്യിലുണ്ടായിരുന്ന ബാഗിൽ മാധവിന്റെ സർട്ടിഫിക്കറ്റുകളും ശാലിനിയുടെ കുറച്ച് തുണികളും മാത്രം. വണ്ടി നീങ്ങിത്തുടങ്ങിയപ്പോൾ ശാലിനി കമ്പിയഴികളിലൂടെ പുറത്തേക്ക് നോക്കി.
നഗരത്തിലെ വെളിച്ചങ്ങൾ പിന്നിലേക്ക് ഓടിമറയുന്നു. ഓരോ വെളിച്ചവും ഓരോ ഓർമ്മകളായിരുന്നു. കൂടെ മാഞ്ഞുപോകുന്നത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖങ്ങളാണെന്ന് അവൾക്ക് തോന്നി. അവരുടെ ശാപവാക്കുകൾ കാറ്റിൽ അലയടിക്കുന്നുണ്ടോ? അമ്മ ഇപ്പോൾ കരയുകയാണോ അതോ ശപിക്കുകയാണോ? വിഷമിക്കുന്നുണ്ടോ ശാലു? മാധവ് ചോദിച്ചു. അവൻ ശാലിനിയുടെ മുഖത്തെ ഓരോ ഭാവഭേദങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നഷ്ടബോധം അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. രാജകുമാരിയെപ്പോലെ വളർന്നവളാണ് ഇന്ന് ഈ ട്രെയിനിന്റെ നിലത്തിരിക്കുന്നു. അവൾ ഇല്ല എന്ന് തലയാട്ടി. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ വീട്ടുകാർ, അവരിനി എന്നെ അന്വേഷിക്കില്ലേ മാധവേട്ട? അച്ഛൻ പോലീസിൽ പരാതി നൽകില്ലേ? അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അന്വേഷിക്കും. പക്ഷെ നമ്മളെ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. നമ്മൾ പോകുന്നത് ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ്. നമ്മൾ ജീവിച്ചു കാണിക്കും ശാലു. ഇന്നലെ വരെ നമ്മളെ പുച്ഛിച്ചവർ, ജാതിയും പണവും പറഞ്ഞകറ്റിയവർ, നാളെ നമ്മളെ കണ്ട് അസൂയപ്പെടും. നീ കാണാൻ പോകുന്നില്ലേ? മാധവിന്റെ സ്വരത്തിൽ ഒരു വാശിയുണ്ടായിരുന്നു, ഒരു വെല്ലുവിളി പോലെ. ട്രെയിനിന്റെ താളത്തിനൊപ്പം അവരുടെ ഹൃദയമിടിപ്പും ഉയർന്നു. ചുറ്റും തിങ്ങി നിറഞ്ഞ യാത്രക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ദേശക്കാർ. ആർക്കും അവരെ അറിയില്ല. ആ അജ്ഞാതത്വം അവർക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. ഈ തിരക്കിൽ അവർ വെറും 2 മനുഷ്യർ മാത്രം. രാത്രി വൈകി. തളർന്നുപോയ ശാലിനി മാധവിന്റെ തോളിൽ ചാരിയുറങ്ങി. മാധവ് ഉറങ്ങിയില്ല. അവൻ ജനാലയിലൂടെ പുറത്തെ കൂരിരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഇരുട്ടിൽ മിന്നിമറയുന്ന മരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ തോന്നി. പാലക്കാട്ടെ തന്റെ ചെറിയ ഓലമേഞ്ഞ വീട്, വയലിൽ പണിയെടുക്കുന്ന അച്ഛൻ, തനിക്കായി എന്നും ചോറ് വിളമ്പി കാത്തിരിക്കുന്ന അമ്മ, താൻ കാരണം അവരനുഭവിക്കാൻ പോകുന്ന അപമാനം. മാധവിന്റെ നെഞ്ചിൽ വലിയൊരു വിങ്ങലുണ്ടായി. അച്ഛൻ തലകുനിച്ചു നടക്കേണ്ടി വരുമോ? അമ്മ പള്ളിയിൽ പോകാൻ മടിക്കുമോ? താൻ ചെയ്തത് തെറ്റാണോ? ഇല്ല, സ്നേഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ അതിന് നൽകേണ്ടി വരുന്ന വില വലുതാണ്. തോളിൽ ചാരി ഉറങ്ങുന്ന ശാലിനിയെ കണ്ടപ്പോൾ ആ വേദന അവനുള്ളിലൊതുക്കി. ഇവളാണിനി എന്റെ ലോകം. ഇവളെ കാത്തു സൂക്ഷിക്കണം, അതിനെന്തു വില കൊടുക്കേണ്ടി വന്നാലും. ട്രെയിൻ മഹാരാഷ്ട്രയുടെ അതിർത്തി കടന്നപ്പോൾ അവരുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. പ്രതീക്ഷകളുടെയും ഒപ്പം വലിയ വെല്ലുവിളികളുടെയും അധ്യായം. മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസിൽ വണ്ടി ഇറങ്ങിയപ്പോൾ അവർക്ക് മുന്നിൽ കണ്ടത് തലചുറ്റുന്ന തിരക്കായിരുന്നു. ഉറുമ്പുകൂട്ടങ്ങളെപ്പോലെ മനുഷ്യരുടെ പ്രവാഹം. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല. എല്ലാവരും എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആ വലിയ നഗരം അവരെ വിഴുങ്ങാൻ വാപിളന്നു നിൽക്കുന്ന ഒരു ഭീമാകാരമായ ജീവിയെപ്പോലെ തോന്നി. ദാദറിലെ ഇടുങ്ങിയ ഗല്ലിയിലെ ഒരു പഴയ കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ ഒറ്റമുറി വീട്ടിലായിരുന്നു അവരുടെ ജീവിതം തുടങ്ങിയത്. സൂര്യപ്രകാശം കടക്കാത്ത ഈർപ്പം നിറഞ്ഞ മുറി. തൊട്ടപ്പുറത്ത് ട്രെയിൻ പോകുമ്പോൾ കെട്ടിടം കുലുങ്ങും. പൊതുവായ ടോയ്ലറ്റും വരാന്തയിലെ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാൻ പുലർച്ചെ മുതൽ നിൽക്കുന്ന നീണ്ട ക്യൂവും ശാലിനിക്കാദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ പരിചാരകരുടെ നടുവിൽ ജീവിച്ച അവൾക്ക് ഇതെല്ലാം അന്യമായിരുന്നു. പല രാത്രികളിലും അവൾ നിശബ്ദമായി കരഞ്ഞു. അവളുടെ കൈകൾ സോപ്പുപൊടി വീണു വിണ്ടുകീറി. പക്ഷെ മാധവിന്റെ സ്നേഹം ആ കുറവുകളെല്ലാം നികത്തി. മാധവ് ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചു. രാവും പകലും അവൻ പണിയെടുത്തു. ശാലിനി അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ നേഴ്സായും കൂടി. കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. മുംബൈ നഗരത്തിൽ ജീവിക്കാൻ അത് മതിയാവുമായിരുന്നില്ല. എങ്കിലും അവർ സന്തുഷ്ടരായിരുന്നു. പരസ്പരമുള്ളപ്പോൾ മറ്റൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. രാവിലെ ജോലിക്ക് പോകുന്നതിനു മുൻപ് മാധവ് അവൾക്ക് ചായ ഇട്ടുകൊടുക്കും. നീ എന്റെ രാജകുമാരിയല്ലേ, അടുക്കള പണി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞവൻ ചിരിക്കും. അവധി ദിവസങ്ങളിൽ അവർ മറൈൻ ഡ്രൈവിൽ പോയിരിക്കും. കടലിൽ നിന്ന് വരുന്ന ഉപ്പുകാറ്റേറ്റ് മുംബൈയുടെ വെളിച്ചങ്ങൾ കണ്ട് അവർ ഭാവി സ്വപ്നം കണ്ടു. നമുക്കും ഇതുപോലെ ഒരു ഫ്ളാറ്റ് വാങ്ങണം മാധവേട്ട, അവർ പറയും. കാലം വേഗത്തിൽ കടന്നുപോയി. ആ ചെറിയ മുറിയിലേക്ക് കുഞ്ഞ് അപ്പു കടന്നുവന്നു. അതോടെ അവരുടെ ലോകം പൂർണ്ണമായി. അപ്പുവിന്റെ കോഞ്ചലുകളും കളിയും ആ ഒറ്റമുറി വീടിനെ സ്വർഗമാക്കി. ദാരിദ്ര്യത്തിനിടയിലും അവർ ചിരിച്ചു. ജുഹു ബീച്ചിൽ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ശാലിനി മാധവിന്റെ തോളിൽ ചാരി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പേടിയില്ല മാധവേട്ട. നമ്മൾ ജയിച്ചു. നമ്മൾ തോൽക്കുമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ചു കാണിച്ചു. പക്ഷേ വിധി ആന്തേരിയിലെ തിരക്കേറിയ ആ ട്രാഫിക് സിഗ്നലിൽ അവർക്കായി കാത്തിരുന്നത് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിന്റെ ഗതി മാറ്റിയ ഒരു ദുരന്തമായിരുന്നു. അന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു. അപ്പുവിനായി ഒരു ചെറിയ കളിപ്പാട്ട കാറും വാങ്ങി ബൈക്കിൽ മടങ്ങിവരികയായിരുന്നു മാധവ്. മഴ ചാറുന്നുണ്ടായിരുന്നു. ഹെൽമറ്റിന്റെ ഗ്ലാസിലൂടെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. സിഗ്നലിൽ പച്ചലൈറ്റ് തെളിഞ്ഞതും മാധവ് ബൈക്ക് മുന്നോട്ടെടുത്തു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. സിഗ്നൽ തെറ്റിച്ച് നിയന്ത്രണം വിട്ട് ചീറിപ്പാഞ്ഞുവന്ന ഒരു ലോറി കാലൻ പോലെ പാഞ്ഞെത്തി. ഒരു വലിയ ശബ്ദം, ടയറുകൾ ഉരയുന്നതിന്റെ രൂക്ഷൻ ഗന്ധം. ബൈക്ക് തെറിച്ചുപോകുന്നത് മാധവ് അറിഞ്ഞു. താൻ വായുവിൽ പറക്കുകയാണോ?
പിന്നെ എല്ലാം ഇരുട്ട്, വേദന പോലും അറിയാത്ത കനത്ത നിശബ്ദമായ ഇരുട്ട്. ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിനു മുന്നിൽ കയ്യിൽ കരയുന്ന കുഞ്ഞിനെയുമായി നിൽക്കുമ്പോൾ ശാലിനിയുടെ ലോകം കീഴ്മേൽ മറിഞ്ഞിരുന്നു. അവളുടെ കരച്ചിൽ പുറത്തു വന്നില്ല, തൊണ്ടയിൽ കുടുങ്ങിനിന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തുവന്നു. മുഖം ഗൗരവം. ജീവനു കുഴപ്പമില്ല, ഭാഗ്യമുണ്ട്. പക്ഷേ വലതുകാൽ അത് പൂർണ്ണമായി തകർന്നുപോയി. എല്ലുകൾ നുറുങ്ങിപ്പോയി. ഞരമ്പുകൾക്ക് വലിയ ക്ഷതമേറ്റിട്ടുണ്ട്. ഇനി ഒരിക്കലും പഴയതുപോലെ നടക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഊന്നുവടി വേണ്ടിവരും. ശാലിനി തളർന്നുപോയി. ഭിത്തിയിൽ ചാരി അവൾ ഊർന്നിരുന്നു. തന്റെ ധൈര്യവും കരുത്തുമായിരുന്ന മാധവ്, തന്നെ സംരക്ഷിക്കുമെന്ന് വാക്ക് നൽകിയ മാധവ്, ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിലെ വെളിച്ചം അണയാൻ തുടങ്ങി. മുംബൈ നഗരം പെട്ടെന്ന് അവർക്ക് അപരിചിതമായി, ക്രൂരമായി. മാസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. മാധവിന്റെ കാല് ഭേദമാകാൻ സമയമെടുത്തു. സ്റ്റീൽ കമ്പിയിട്ട കാലുമായി വേദന കടിച്ചമർത്തി അവൻ വീട്ടിൽ തന്നെ കിടപ്പിലായി. ഓരോ അനക്കത്തിനും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടു. ഇൻഷുറൻസ് തുക കിട്ടാൻ നൂലാമാലകൾ. മാധവിന്റെ ചെറിയ സമ്പാദ്യങ്ങൾ മരുന്നിനും വീട്ടുവാടകയ്ക്കും ഭക്ഷണത്തിനുമായി തീർന്നു തുടങ്ങി. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ദാരിദ്ര്യം ശ്വാസം മുട്ടിച്ചു തുടങ്ങി. പട്ടിണി കിടന്നാലും മാധവിന് മരുന്ന് മുടങ്ങരുതെന്ന് ശാലിനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യം അവൾ ഇരട്ടി സമയം ജോലി ചെയ്തു. ക്ഷീണം കാരണം അവൾക്ക് പലപ്പോഴും നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ക്രമേണ കാര്യങ്ങൾ മാറി. അപ്പുവിനെ സ്കൂൾ ഫീസ് കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ, പാലുകാരുടെയും കലചരക്കുകാരുടെയും കടം പെരുകിയപ്പോൾ ശാലിനിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു. മാധവിന്റെ ഇന്നെങ്ങനെയുണ്ടായിരുന്നു എന്ന സ്നേഹാന്വേഷണങ്ങൾക്ക് അവൾ മറുപടി പറയാതായി. എന്തായാലും നിങ്ങളെപ്പോലെ വീട്ടിലിരിക്കുകയല്ലല്ലോ എന്ന മറുപടി അവനെ നോവിച്ചു. ആ വാക്കുകൾ അവന്റെ നെഞ്ചിൽ തറച്ചു. സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് പകരം പരാതികളും നിശബ്ദതയും ആ മുറിയിൽ നിറഞ്ഞു. ഒരു രാത്രി കരണ്ട് പോയ ഇരുട്ടിൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവരിയ്ക്കുകയായിരുന്നു. അപ്പു വിശന്ന് കരഞ്ഞുറങ്ങിയിരുന്നു. പുറത്ത് മുംബൈയുടെ ബഹളങ്ങൾ. മാധവേട്ടാ, നമ്മളിങ്ങനെ എത്രനാൾ? ഇന്ന് ആശുപത്രിയിൽ എന്റെ കൂടെ പഠിച്ച റീനയെ കണ്ടു. അവൾ UK-യിൽ നിന്ന് ലീവിന് വന്നതാ. അവളുടെ കഴുത്തിലെ മാല കണ്ടോ? അവളുടെ വേഷം കണ്ടോ? നമ്മളെപ്പോലെയല്ല. അവർക്കവിടെ രാജകീയ ജീവിതമാ. അവൾ എന്നോട് ചോദിച്ചു, ശാലിനി, നീ ഈ നരകത്തിൽ കിടന്ന് എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന്. എനിക്ക് മറുപടിയില്ലായിരുന്നു. മാധർ നെടുവീർപ്പിട്ടു. അവന്റെ ശബ്ദം നേർത്തതായിരുന്നു. നമുക്കും നല്ല കാലം വരും ശാലു. എന്റെ കാലൊന്ന് ശരിയാകട്ടെ. ഞാൻ വീണ്ടും ജോലിക്ക് പോകും. ഞാൻ കല്ല് ചുമന്നാണെങ്കിലും നിന്നെ നോക്കും. ഇല്ല, ഒന്നും ശരിയാകില്ല. അവൾ പൊട്ടിത്തെറിച്ചു. അവളുടെ ശബ്ദം ഇരുട്ടിൽ മുഴങ്ങി. നിങ്ങൾ ഈ കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. ഡോക്ടർ പറഞ്ഞതറിയില്ലേ ഇനി പഴയതുപോലെ നടക്കാൻ പറ്റില്ലെന്ന്? അപ്പുവിന്റെ കാര്യം ഓർത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. UK-യിൽ നഴ്സുമാർക്ക് ഇപ്പോൾ നല്ല അവസരമുണ്ട്. റീന പറഞ്ഞത് ശമ്പളം ലക്ഷങ്ങളാണെന്നാ. ഞാനും അങ്ങോട്ട് പോയാലോ? അതാകുമ്പോൾ നമുക്ക് ഈ കടങ്ങളെല്ലാം തീർക്കാം. അപ്പുവിനെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കാം. മാധവ് ഞെട്ടി. നമ്മളെ വിട്ട് നീയോ? വേണ്ട ശാലു, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. നീ ഇല്ലാതെ എനിക്ക്, അപ്പുവിന് അമ്മയില്ലാതെ. എന്തു വഴി? പട്ടിണി കിടന്ന് ചാകാനോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. എന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. സ്നേഹം മാത്രം തിന്ന് ജീവിക്കാൻ പറ്റില്ല മാധവേട്ട. പ്രാക്ടിക്കലായി ചിന്തിക്കുക. ആ വാക്കുകൾ മാധവിന്റെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. ദാരിദ്ര്യം ശാലിനിയെ എത്രമാത്രം മാറ്റിയിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പണ്ടത്തെ ശാലിനിയിൽ നിന്ന് അവൾ ഒരുപാട് അകന്നുപോയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ടത് അതിജീവനത്തിനായുള്ള വെപ്രാളമായിരുന്നില്ല, മറിച്ച് ആഡംബരത്തോടുള്ള അത്യാഗ്രഹമായിരുന്നു. ശാലിനിയുടെ നിർബന്ധത്തിനും കണ്ണീരിനും ഒടുവിൽ ഭീഷണിക്കും വഴങ്ങി അവസാനം മാധവ് സമ്മതിച്ചു. UK-യിലേക്ക് പോകാൻ ഏജന്റിനും വിസയ്ക്കും ടിക്കറ്റിനും മറ്റുമായി 15 ലക്ഷം രൂപ വേണം. ആ തുക കേട്ടപ്പോൾ മാധവ് തലകറങ്ങി വീഴാഞ്ഞതേയുള്ളൂ. പക്ഷേ ശാലിനിയുടെ മുഖത്തെ ആഗ്രഹം അല്ല, അത്യാഗ്രഹം കണ്ടപ്പോൾ അവന് നോക്കി നിൽക്കാനായില്ല. തന്റെ വടി കുത്തിപ്പിടിച്ച് വേദന സഹിച്ചുകൊണ്ട് അവൻ നാട്ടിലേക്ക് വണ്ടി കയറി. വർഷങ്ങൾക്ക് ശേഷം തളർന്ന കാലുമായി മകൻ പടി കയറി വരുന്നത് കണ്ട് അച്ഛൻ ശങ്കരൻ നായരും അമ്മയും കരഞ്ഞുപോയി. അവരവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മെലിഞ്ഞുണങ്ങിയ മകന്റെ രൂപം ആ വൃദ്ധദമ്പതികളെ വല്ലാതെ വേദനിപ്പിച്ചു. അച്ഛാ, ശാലിനിക്ക് പോകാൻ 15 ലക്ഷം. മാധവ് വാക്കുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അപമാനഭാരത്താൽ അവന്റെ തല കുരിഞ്ഞു. സ്വന്തം അച്ഛനോട് പണം ചോദിക്കേണ്ടി വരുന്ന ഗതിഗതി. ഒന്നും ആലോചിക്കാതെ ശങ്കരൻ നായർ തന്റെ കണ്ണട ഊരിവെച്ച് അലമാരയിൽ നിന്ന് ആധാരമെടുത്തു. ഞാൻ മരിച്ചാൽ നിനക്ക് കിട്ടേണ്ടതായി ഈ വീടും പറമ്പും. ഇത് പണയം വയ്ക്കാം. എന്റെ മകൻ സുഖമായിരുന്നാൽ മതി. മരുമകൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ നിങ്ങളും രക്ഷപ്പെടുമല്ലോ. അമ്മ തന്റെ കൈയിലെ ചുളിവുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കല്യാണത്തിന് കിട്ടിയ പഴയ സ്വർണവളകൾ ഊരി നൽകി. ഇത് വിറ്റോളൂ മോനെ.
എന്റെ മരുമകൾ രക്ഷപ്പെടട്ടെ. അവൾ പോയിക്കഴിഞ്ഞാൽ നിങ്ങളെ പൊന്നുപോലെ നോക്കുമല്ലോ. അപ്പുവിനെയെങ്കിലും നന്നായി വളർത്തണം. ബാക്കി തുകയ്ക്കായി മാധവ് പരിചയമുള്ളവരോടെല്ലാം കൈനീട്ടി. പലരും മുഖം തിരിച്ചു. ഒടുവിൽ ക്രൂരരായ ബ്ലേഡ് പലിശക്കാരുടെ കാലുപിടിച്ച് വലിയ പലിശയ്ക്ക് ബാക്കി പണം കൂടി സംഘടിപ്പിച്ചു. പണം ശാലിനിയുടെ കൈയിലേൽപ്പിക്കുമ്പോൾ മാധവിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശാലു, ഇത് വെറും പണമല്ല. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചോരയാണ്. എന്റെ അഭിമാനമാണ്. നീ പോയിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. നീ ഞങ്ങളെ മറക്കില്ലല്ലോ. ശാലിനി നോട്ടുകെട്ടുകൾ എണ്ണുന്ന തിരക്കിലായിരുന്നു. അവളുടെ മുഖത്ത് വിജയിച്ചവളുടെ ഭാവമായിരുന്നു. നോട്ടുകെട്ടുകളുടെ മണം അവളെ ലഹരി പിടിപ്പിച്ചിരുന്നു. ഓ, നിങ്ങളൊന്ന് പോസിറ്റീവായി ചിന്തിക്കും മാധവേട്ടാ. ഞാൻ പോയി 6 മാസത്തിനുള്ളിൽ നിങ്ങളെയും അപ്പുവിനെയും അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം. ആരും നമ്മളെ പുച്ഛിക്കില്ല. അന്ന് നമ്മളെ കളിയാക്കിയവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കണം. അവളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് മാധവ് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കണ്ണുകൾ പണത്തിൽ മാത്രമായിരുന്നു. ആ തിളക്കം അവനെ ഭയപ്പെടുത്തി. പണത്തിനു മുകളിൽ സ്നേഹത്തിന് സ്ഥാനമില്ലെന്ന് അവൻ ഭയന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഗേറ്റിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു. ലഗേജുകൾ ട്രോളിയിൽ വെച്ച് ശാലിനി നിൽക്കുന്നു. കൂടെ മാധവും അപ്പുവും. എയർപോർട്ടിലെ തണുപ്പ് മാധവിന്റെ എല്ലുകളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. ചുറ്റും പലരും കണ്ണീരോടെ യാത്ര പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. മാധവ് അപ്പുവുമെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും വയ്യാത്ത കാല് കാരണം അവന് കഴിഞ്ഞില്ല. അവൻ കുഞ്ഞിനെ താഴെ നിർത്തി. അമ്മ പോവുകയല്ലേ മോനെ, ടാറ്റ കൊടുക്ക്. അമ്മ നമുക്ക് കുറേ മിഠായി കൊണ്ടുവരും. അപ്പു അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. അവന്റെ കുഞ്ഞുമുഖം വാടിയിരുന്നു. അമ്മ പോവണ്ട, എനിക്ക് പേടിയാ. അച്ഛന്റെ കൂടെ ഇരിക്കാൻ അമ്മയും വേണം. അവൻ കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു. ശാലിനി ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു ജാള്യത അവളിൽ കണ്ടു. അയ്യേ, ഇങ്ങനെ കരയാതെ അപ്പു, എല്ലാവരും നോക്കുന്നു. ഷെയിം, ഷെയിം. അവൾ ബലമായി അപ്പുവിന്റെ കൈ വിടുവിച്ചു. അപ്പു, കരയല്ലേ. അമ്മ നമുക്ക് കാറും വീടും ഒക്കെ വാങ്ങാൻ പോകുകയല്ലേ. നല്ല കുട്ടിയായി അച്ഛന്റെ കൂടെ നിൽക്കണം. ഞാൻ എന്നും വിളിക്കും. അവൾ മാധവനെ നോക്കി. മാധവേട്ടാ, അപ്പുവിനെ നോക്കിക്കോണേ. ഞാൻ എത്തിയുടനെ വിളിക്കാം. മരുന്നൊക്കെ കൃത്യമായി കഴിക്കണം. പിന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക്. യാത്ര പറച്ചിലിൽ ഒരു തണുപ്പുണ്ടായിരുന്നു. ഔദ്യോഗികമായൊരു അറിയിപ്പ് പോലെ. മാധവ് അവളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു. ഒന്നുമ്മ വയ്ക്കാൻ കൊതിച്ചു. അവസാനമായി ആ സാമീപ്യം ആഗ്രഹിച്ചു. പക്ഷേ ശാലിനി അതിന് നിൽക്കാതെ വേഗത്തിൽ ട്രോളി തള്ളി നീങ്ങി. അവളുടെ ശ്രദ്ധ പാസ്പോർട്ടിലും ടിക്കറ്റിലുമായിരുന്നു. എമിഗ്രേഷൻ ഗേറ്റിനപ്പുറത്തേക്ക് അവൾ നടക്കുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ നടത്തിന് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. പുതിയൊരു ലോകം, പുതിയ സ്വപ്നങ്ങൾ. പഴയതൊന്നും അവളെ പിന്നോട്ട് വലിക്കുന്നില്ലെന്ന് തോന്നിപ്പിച്ചു. ഗ്ലാസ് വാതിലിനപ്പുറം അവൾ മറയുന്നത് നോക്കി നിൽക്കുമ്പോൾ മാധവിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കൊളുത്തി വലിക്കുന്ന വേദന അനുഭവപ്പെട്ടു. അത് വെറും വേർപാടിന്റെ വേദനയായിരുന്നില്ല. എന്നേക്കുമായുള്ള നഷ്ടപ്പെടലിന്റെ സൂചനയായിരുന്നു. കയ്യിലിരുന്ന അപ്പുവിന്റെ കൈ അവൻ മുറുകെ പിടിച്ചു. അമ്മ വരും മോനെ, വേഗം വരും, മാധവ് പറഞ്ഞു. പക്ഷെ ആ വാക്കുകൾക്ക് അവന് തന്നെ വിശ്വാസം കുറവായിരുന്നു. വിമാനം പറന്നുയരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്റെ നെഞ്ചിൽ എന്തോ അടർന്നുപോകുന്നതുപോലെ മാധവിന് തോന്നി. ഭൂമിയിൽ താൻ ഒറ്റപ്പെട്ടതുപോലെ. അപ്പുവും അച്ഛനും ആകാശത്തേക്ക് നോക്കി നിന്നു. വെറുമൊരു പൊട്ടുപോലെ വിമാനം മറയുന്നതുവരെ. ലണ്ടനിലെ തണുപ്പിലേക്ക് പറന്നിറങ്ങിയ ശാലിനി ആദ്യത്തെ ഒരാഴ്ച മാധവനെ വിളിച്ചത് ഉത്സാഹത്തോടെയായിരുന്നു. വീഡിയോ കോളിൽ കാണുന്ന മഞ്ഞു പുതച്ച തെരുവുകളും വലിയ കെട്ടിടങ്ങളും കണ്ട് അപ്പു കൈകൊട്ടിച്ചിരിച്ചു. മാധവും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. തന്റെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു തുടങ്ങിയെന്നവൻ വിശ്വസിച്ചു. അവൾ അയച്ച ആദ്യത്തെ ചെറിയ തുക കൊണ്ട് അവൻ അച്ഛന് മരുന്നു വാങ്ങി. കടക്കാർക്ക് ചെറിയൊരാശ്വാസം നൽകി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2-ാം മാസം മുതൽ കോളുകളുടെ എണ്ണം കുറഞ്ഞു. വിളിക്കുമ്പോഴൊക്കെ ജോലി തിരക്കാണ് മാധവേട്ട എന്ന സ്ഥിരം മറുപടി മാത്രം. അപ്പുവിനെ കാണാൻ അവൾക്ക് സമയം കിട്ടാതായി. ശാലു, അപ്പുവിന് നിന്നെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു, മാധവ് സങ്കടത്തോടെ പറയും. ഓ, അവനെ ഒന്ന് സമാധാനിപ്പിക്കും മാധവേട്ട. എനിക്കിവിടെ ശ്വാസം വിടാൻ സമയമില്ല. ഷിഫ്റ്റ് കഴിഞ്ഞു വരുമ്പോൾ ഞാൻ മരിച്ചു വീഴാറാണ് പതിവ്. നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ പണിയെടുക്കുന്നത് എന്തിനാണെന്ന് ഓർമ്മ വേണം. പണം അയക്കുന്നതും ക്രമേണ മുടങ്ങി. ഇവിടെ ചെലവ് കൂടുതലാണ്. വാടക കഴിഞ്ഞ് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ന്യായീകരണം. എന്നാൽ ഫേസ്ബുക്കിൽ അവൾ പുതിയ കോട്ടും
വില കൂടിയ ബാഗും ധരിച്ചു നിൽക്കുന്ന പാർട്ടികളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ മാധവ് കണ്ടു. സുന്ദരന്മാരും സുന്ദരികളുമായ കൂട്ടുകാർക്കിടയിൽ അവൾ ചിരിച്ചു നിൽക്കുന്നു. ചോദിച്ചപ്പോൾ ഇതൊക്കെ ഇവിടെ സ്റ്റാറ്റസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല എന്ന മറുപടിയിൽ അവൻ വായടച്ചു. അവർക്കിടയിൽ കാണാത്ത എന്നാൽ ശക്തമായൊരു മതിൽ ഉയരുകയായിരുന്നു. ലണ്ടനിലെ ആഡംബരങ്ങൾക്കിടയിൽ പാലക്കാട്ടെ പഴയ ഓട്ടിട്ട വീടും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അപ്പുവും മുടന്തനായ ഭർത്താവും അവൾക്കൊരു ബാധ്യതയായി, അല്ലെങ്കിൽ ഒരു കുറച്ചിലായി തുടരാൻ തുടങ്ങിയിരുന്നു. അവളുടെ സംഭാഷണങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂടിവന്നു, മലയാളം അന്യമായി തുടങ്ങി. മാധവ് എന്ന പേരുപോലും അവൾക്ക് ഭാരമായി തുടങ്ങിയിരുന്നു. പാലക്കാട്ടെ മാധവിന്റെ വീട് ഒരു സമരഭൂമി പോലെയായി. വീട്ടുമുറ്റത്ത് ബഹളം കേട്ടാണ് അയൽക്കാർ ഓടിക്കൂടിയത്. പണം പലിശയ്ക്ക് നൽകിയ ഗുണ്ടകൾ ശങ്കരൻ നായർക്ക് നേരെ ആക്രോശിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകളിൽ ദയയുടെ ഒരംശം പോലുമില്ലായിരുന്നു. പണം തന്നില്ലെങ്കിൽ ഈ വീട് ഞങ്ങൾ ജപ്തി ചെയ്യും. മരുമകൾ ലണ്ടനിലല്ലേടാ, എന്നിട്ടാണോ ഞങ്ങളെ പറ്റിക്കുന്നത്? കാശുകാരി മരുമകളുണ്ടായിട്ടും പിച്ചക്കാരെ പോലെ ജീവിക്കുന്നോ? മര്യാദയ്ക്ക് പണം തന്നില്ലെങ്കിൽ നിന്നെയും കൊന്ന് കുഴിച്ചുമൂടും. പ്രായമായ അച്ഛൻ കൈകോപ്പി നിൽക്കുന്നത് കണ്ട മാധവ് വടികുത്തിപ്പിടിച്ച് ഉമ്മരത്തേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ നിസ്സഹായതയായിരുന്നു. ചേട്ടാ, അവള് പണം അയക്കാത്തതുകൊണ്ടാണ്. കുറച്ച് സാവകാശം തരണം. അടുത്ത മാസം. ഇനി സാവകാശമില്ല. അടുത്ത ആഴ്ച പണം കിട്ടിയില്ലെങ്കിൽ നിന്നെയും നിന്റെ തന്തയും ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടും. വീട് ഞങ്ങൾ ലേലം വിളിക്കും. ഭീഷണിക്കെടുത്തിക്കൊണ്ട് അവർ ഗേറ്റ് ചവിട്ടി തുറന്നുപോയി. ഗേറ്റിന്റെ കിലുക്കം അവരുടെ നെഞ്ചിലാണ് തറച്ചത്. അയൽക്കാരുടെ സഹതാപം നിറഞ്ഞ, ചിലരുടെ പരിഹാസം നിറഞ്ഞ നോട്ടൽ മാധവിന് സഹിക്കാനായില്ല. അപ്പു അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു പേടിച്ചു കരയുകയായിരുന്നു. അച്ഛാ, അവരെന്തിനാ വഴക്ക് പറയുന്നത്? അമ്മ എപ്പോഴാ വരിക? അമ്മ വന്നാൽ അവരെ അടിക്കുവോ? ആ ചോദ്യത്തിനു മുന്നിൽ ഉത്തരം മുട്ടി മാധവ മകനെ വാരിപ്പുണർന്നു. അമ്മ വരും, എല്ലാം ശരിയാക്കും എന്ന് പറയാൻ പോലും അവന് നാവ് പൊങ്ങിയില്ല. അന്ന് രാത്രി അപ്പു ഉറക്കത്തിൽ അമ്മയെന്ന് വിളിച്ച് ഞെട്ടിയുണർന്നു. അവനെ മാറോട് ചേർത്ത് കിടത്തുമ്പോൾ മാധവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉപ്പ് കലർന്ന കണ്ണുനീർ കുഞ്ഞിന്റെ കവിളിൽ വീണു. തന്റെ ത്യാഗം വെറുതെയായിപ്പോയോ? താൻ സ്നേഹിച്ചവൾ തന്നെ ചതിക്കുകയാണോ? ആ ചിന്ത അവനെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് മാധവ് അപ്പുവിന് ചോറ് കൊടുക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. ലണ്ടനിൽ ജോലി ചെയ്യുന്ന പഴയ സുഹൃത്ത് ജോസഫായിരുന്നു. അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു പതർച്ചയുണ്ടായിരുന്നു. എന്തോ വലിയൊരു രഹസ്യം പറയുന്നതിന്റെ ഭാരം. എന്താ മാധവേ? എനിക്കിത് പറയണോ എന്നറിയില്ല. പക്ഷെ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് പറയുന്നു. നീ ഇതറിയണം. നിന്റെ ശാലിനി, അവളിവിടെ ഒറ്റയ്ക്കല്ല താമസം. മാധവ് തന്റെ ചുണ്ടിൽ വെച്ച് ചോറുരുള താഴെ വീണു. നെഞ്ചിടിപ്പ് കൂടി. നീ എന്താ ജോസഫ് പറയുന്നത്? അവളിവിടെ റോയ് എന്ന മലയാളിയുമായി അടുപ്പത്തിലാണ്. അയാൾക്കിവിടെ നഴ്സിംഗ് ഏജൻസിയും ബിസിനസ്സുമാണ്. അവരൊരുമിച്ച് ലിവിംഗ് ടുഗദറാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ ഒരു മോളിൽ വെച്ചു കണ്ടു. വളരെ അടുത്ത് പെരുമാറുന്നത് കണ്ട് ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത്. നീ സൂക്ഷിക്കണം മാധവ്, അവൾ നിന്നെ ചതിക്കുകയാണ്. ഫോൺ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. മാധവിന് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. താൻ ദൈവത്തെപ്പോലെ സ്നേഹിച്ചവൾ, തനിക്കുവേണ്ടി ജീവിച്ചവൾ, തന്റെ കുഞ്ഞിന്റെ അമ്മ. അവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. ആ നിഷ്കളങ്കമായ ചിരി, അതെല്ലാം കള്ളമായിരുന്നോ? വിറയിക്കുന്ന കൈകളോടെ അവൻ ശാലിനിയെ വിളിച്ചു. ഫോൺ എടുത്തയത്തോളെ അവൻ ചോദിച്ചു, ആരാടി റോയ്? മറുതലയ്ക്ക് അല്പനേരം കനത്ത നിശബ്ദത. മാധവിന്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. പിന്നെ ദേഷ്യത്തോടെയുള്ള ശാലിനിയുടെ ശബ്ദം. അതിൽ കുറ്റബോധമില്ല, അഹങ്കാരം മാത്രം. ആരു പറഞ്ഞോ? ഓ, ആ ജോസഫ് ആയിരിക്കും. അതെ, റോയ് എന്റെ പാർട്ട്ണറാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ലെവലിന് ചേർന്ന ഒരാള്. നിങ്ങളെപ്പോലെ ഒരു മുടന്തനെ ചുമക്കാൻ എനിക്കിനി വയ്യ. ഞാൻ മടുത്തു മാധവേട്ട. ഈ ദാരിദ്ര്യവും കരച്ചിലും എനിക്ക് മടുത്തു. ഡോണ്ട് ഡിസ്റ്റർബ് മീ അഗെയിൻ. ഫോൺ കട്ടായി. ആ വീട് മുഴുവൻ ശൂന്യമായതുപോലെ മാധവിന് തോന്നി. ചതിക്കപ്പെട്ടു, ക്രൂരമായി ചതിക്കപ്പെട്ടു. ഹൃദയം പിളർക്കുന്ന വേദനയോടെ അവൻ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ കണ്ടത് ബോധരഹിതനായി കിടക്കുന്ന മാധവിനെയാണ്. ശാലിനി പറഞ്ഞത് വിശ്വസിക്കാൻ മാധവിന്റെ മനസ്സ് ഇപ്പോഴും തയ്യാറായിരുന്നില്ല. അത് ദേഷ്യത്തിന് പറഞ്ഞതാകും. അവളെ ഒന്ന് നേരിൽ കണ്ടാൽ, അപ്പുവിനെ കണ്ടാൽ അവളുടെ മനസ്സുമാറും. മാതൃത്വമെന്ന വികാരം അവളെ തിരിച്ചുകൊണ്ടുവരും. അവൻ വെറുതെ ആശിച്ചു. മുങ്ങിത്താഴുന്നവൻ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുന്നതുപോലെ ആ അവസാന പ്രതീക്ഷയിൽ അവൻ തൂങ്ങിനിന്നു. അങ്ങനെയിരിക്കെയാണ് നാട്ടിലെ പള്ളിയിലെ അച്ഛൻ വഴി അവൾ നാട്ടിൽ വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞത്.
റോയുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ് വരവ്. അതവന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. അവളെ നേരിൽ കണ്ടാൽ എല്ലാം മാറുമെന്നവൻ വിശ്വസിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ തിരികെ കൊണ്ടുവരും, മാധവ് അമ്മയോട് പറഞ്ഞു. അമ്മ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ കേട്ടില്ല. അപ്പുവിനെയും കൊണ്ട് അവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിച്ചു. ഒരു ടാക്സി വിളിച്ച് വീണ്ടും കടം വാങ്ങിയ പണം കൊണ്ട്, ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ. എയർപോർട്ടിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളുകളുടെ തിരക്കിനിടയിൽ മാധവ് അപ്പുവിന് അമ്മയെ കാണിച്ചു കൊടുക്കാൻ കാത്തിരുന്നു. മോനെ, അമ്മ വരും. അമ്മയെ കണ്ടാൽ മോൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ. അമ്മയോട് പറയണം വീട്ടിലേക്ക് വരാൻ. കരയരുത്, ചിരിച്ചു കാണിക്കണം. അപ്പു തലയാട്ടി. അവനും അമ്മയെ കാണാനുള്ള ആവേശത്തിലായിരുന്നു. അവന്റെ കുഞ്ഞു കണ്ണുകൾ ഓരോ മുഖങ്ങളിലും അമ്മയെ തിരഞ്ഞു. അമ്മ വന്നാൽ എനിക്ക് കാറ് തരുമോ അച്ഛാ? അവൻ ചോദിച്ചു. അറൈവൽ ഗേറ്റ് തുറന്നു. യാത്രക്കാർ പുറത്തേക്കൊഴുകി. ആൾക്കൂട്ടത്തിനിടയിലൂടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് മുടിവെട്ടി ഒതുക്കി മോഡേൺ വേഷത്തിൽ ശാലിനി വരുന്നത് മാധവ് കണ്ടു. അവൾ തനിച്ചായിരുന്നില്ല. അവളുടെ കൈകൾ കോർത്തുപിടിച്ച് ഭംഗിയുള്ള സ്യൂട്ട് ധരിച്ച ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരാൾ, റോയ്. അവർ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ലണ്ടനിലെ ഏതോ ഫാഷൻ മാഗസിനിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ. മാധവിന്റെ നെഞ്ചു പിടഞ്ഞു. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ചു. അമ്മയെന്ന് വിളിച്ച് അപ്പു ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ഓടിച്ചെന്നു. ശാലിനി ഞെട്ടി. റോയ് അവിടെ ചോദ്യഭാവത്തിൽ നോക്കി. അപ്പു അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. അമ്മേ, ഞാനും അച്ഛനും വന്നു. പക്ഷെ അവൾ അവനെ എടുത്തില്ല. പകരം അഴുക്കുപുരണ്ട എന്തോ ഒന്ന് തൊട്ടതുപോലെ അവൾ പിന്നോട്ടു മാറി. ഒരു തടസ്സം പോലെ അവനെ തള്ളിമാറ്റി. അപ്പു വേച്ചുപോയി. അവൻ വീഴാൻ പോയെങ്കിലും എങ്ങനെയോ പിടിച്ചുനിന്നു. ആരായത്? റോയ് ചോദിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ശല്യം, എന്റെ പാസ്റ്റ്. അവൾ മാധവിനെ നോക്കി പുച്ഛത്തോട് പറഞ്ഞു. ആ നോട്ടത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന പ്രണയമില്ല, പകരം വെറുപ്പ് മാത്രം. മാധവിന്റെ നെഞ്ചു പിടഞ്ഞു. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ചു. ശാലു, നീ എന്തായി കാണിക്കുന്നത്? നമ്മുടെ മോനായത്. നിനക്കിവനെ മനസ്സിലായില്ലേ? നിന്റെ ചോരയല്ലേ? ചുറ്റും ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശാലിനി റോയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. നോക്കു മാധവ്, നമ്മുടെ ബന്ധം എന്നേ കഴിഞ്ഞു. ലീഗലി നമ്മൾ പിരിഞ്ഞതാണ്. ഇതാണ് റോയ്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ. ഇനി എന്റെയോ എന്റെ ഭർത്താവിന്റെയോ പുറകെ വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. ന്യൂസെൻസ്. ആ കൊച്ചിനെയും കൊണ്ട് പോയിക്കൊള്ളണം ഇവിടുന്ന്. എന്റെ ലൈഫ് നശിപ്പിക്കരുത്. അവൾ സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കാൻ ആംഗ്യം കാണിച്ചു. കൂടി നിന്നവരുടെ പരിഹാസം നിറഞ്ഞ നോട്ടം മാധവിനെ കുത്തി നോവിച്ചു. അപ്പുവിന്റെ പേടിച്ചരണ്ട മുഖം. അമ്മേ എന്ന അവന്റെ വിളി എയർപോർട്ടിൽ മുഴങ്ങി. മാധവ് എന്ന ഭർത്താവും അച്ഛനും അവിടെ പൂർണ്ണമായി തോറ്റുപോയി. റോയുടെ കാറിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ കയറിപ്പോകുന്ന ശാലിനിയെ നോക്കി അവൻ നിശ്ചലനായി നിന്നു. അവന്റെ ആത്മാവ് അവിടെ മരിച്ചു വീണു. 2 ദിവസത്തിനു ശേഷം പത്രത്തിൽ ശാലിനിയുടെയും റോയുടെയും വിവാഹവാർത്തയും ഫോട്ടോയും വന്നു. ലണ്ടൻ മലയാളി വ്യവസായിയും നേഴ്സും വിവാഹിതരായി എന്ന തലക്കെട്ടിൽ. അത് കണ്ടതോടെ മാധവിന്റെ മനസ്സിന്റെ സമനില തെറ്റി. താൻ പണയം വെച്ച വീടിന്റെ പണം കൊണ്ടാണ് അവൾ ഈ നിലയിലെത്തിയതെന്ന് സത്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവളുടെ കഴുത്തിലെ താലി റോയ് കെട്ടിയത് കാണുമ്പോൾ അവന്റെ ഉള്ളുരുകി. വീട്ടിൽ കടക്കാർ ബഹളം വയ്ക്കുന്നു. അച്ഛനും അമ്മയും കരയുന്നു. അപ്പു അമ്മയെ ചോദിച്ച് വഴക്കിടുന്നു. മാധവന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അപമാനം, വഞ്ചന, കടബാധ്യത, നഷ്ടപ്രണയം. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. താൻ കാരണം അച്ഛനും അമ്മയ്ക്കും ഇനി ബുദ്ധിമുട്ടുണ്ടാകരുത്. തന്റെ മരണം കൊണ്ട് അവർക്ക് ഇൻഷുറൻസ് തുകയെങ്കിലും കിട്ടും. താനൊരു ബാധ്യതയാണ്. ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു. ഉറങ്ങിക്കിടക്കുന്ന അപ്പുവിന്റെ നെറ്റിയിൽ അവസാനമായി ഒരു ഉമ്മ കൊടുത്തു. അവന്റെ ചുരുണ്ട മുടിയിൽ വിരലോടിച്ചു. മാപ്പു മോനെ, അച്ഛൻ തോട്ടുപോയി. നിനക്കൊരു നല്ല ജീവിതം തരാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ മന്ത്രിച്ചു. അച്ഛന്റെയും അമ്മയുടെയും കാൽക്കൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിച്ചു. വീട്ടിന്റെ വാതിൽ തുറന്ന് അവൻ പുറത്തിറങ്ങി. പുറത്ത് കനത്ത മഴയായിരുന്നു. പ്രകൃതിയും അവനോടൊപ്പം കരയുന്നതുപോലെ. മഴയത്ത് കുതിർന്ന മണ്ണിലൂടെ മുടന്തുന്ന കാലുകളുമായി അവൻ നടന്നു. ഓരോ ചവിടും വേദന നിറഞ്ഞതായിരുന്നു. ഇരുട്ടിൽ അവൻ തനിച്ചായിരുന്നു. ലക്ഷ്യം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെയെല്ലാം അവസാനിപ്പിക്കാം. വേദനകളില്ലാത്ത ലോകത്തേക്ക് പോകാം. ഈ ഓർമ്മകളെല്ലാം അവിടെ അവസാനിക്കും. പുലർച്ചെ 2 മണി. ഷൊർണൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ വിജനമാണ്. മഴയുടെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഒരു തണുത്ത കാറ്റ് വീശുന്നു. നനഞ്ഞ പാളങ്ങൾ തെരുവുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ ഒരു നീളൻ പാമ്പിനെ പോലെ തിളങ്ങുന്നു. ദൂരെ നിന്ന് വരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ഇരമ്പൽ കേൾക്കാം. അത് മരണത്തിന്റെ കാലച്ച പോലെ അവന് തോന്നി. മാധവ് പാളങ്ങൾക്കരികിലേക്ക് നടന്നു. അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു.
ചിന്തകൾ മരവിച്ചിരിക്കുന്നു. മരണം. അതൊരാശ്വാസമായി അവന് തോന്നി. ഈ വേദനകൾക്കും അപമാനങ്ങൾക്കും ഒരറുതി. ഇനി ആരും തന്നെ കളിയാക്കുകയില്ല. ഇനി ആരും പണം ചോദിച്ചു വരില്ല. ട്രെയിനിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം ഇരുട്ടിനെ കീറിമുറിച്ച് അടുക്കുന്നു. വലിയൊരു രാക്ഷസനെപ്പോലെ അത് പാഞ്ഞുവരുന്നു. പാളങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. മാധവ് കണ്ണുകൾ മുറുക്കെ അടച്ചു. ശ്വാസം പിടിച്ചു നിർത്തി. അമ്മയുടെ മുഖം, അപ്പുവിന്റെ ചിരി, ശാലിനിയുടെ വഞ്ചന എല്ലാം മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ പാളത്തിലേക്ക് എടുത്തുചാടാൻ ആഞ്ഞ നിമിഷം, ചേട്ടാ, എന്താ വിഷമം? പെട്ടെന്നൊരു ശബ്ദം. തൊട്ടടുത്തുനിന്ന്. മാധവ ഞെട്ടിത്തിരിഞ്ഞു. പ്ലാറ്റ്ഫോമിലെ സിമന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു നാടോടി ബാലൻ. 10-12 വയസ്സു തോന്നും. എഴുന്നേറ്റിരുന്ന് അവനെ നോക്കുന്നു. മുഴുഷിയ വസ്ത്രം, എണ്ണമയം കാണാത്ത തലമുടി. പക്ഷെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ജീവിതം കണ്ട കണ്ണുകൾ. മാധവ് അനങ്ങിയില്ല. ട്രെയിൻ വലിയ ശബ്ദത്തോടെ ഹോണടിച്ച് കാറ്റ് വീശിക്കൊണ്ട് അവനെ കടന്നുപോയി. അതിന്റെ വേഗത്തിൽ അവനൊന്ന് വേച്ചുപോയെങ്കിലും വീണില്ല. മരണം തൊട്ടു തലോടിപ്പോയ നിമിഷം. ട്രെയിനിന്റെ ചക്രങ്ങൾ പാളങ്ങളിൽ തീപ്പൊരി ചിതറിച്ചു. ആ കുട്ടി എഴുന്നേറ്റ് അടുത്തു വന്നു. ചേട്ടാ, വിശക്കുന്നുണ്ടോ? എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നലെ ആരും ഒന്നും തന്നില്ല. ഉണ്ടെങ്കിൽ തരാമായിരുന്നു. ചേട്ടൻ കരയുകയാണോ? ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം മാധവിന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പോലെ മിന്നി. വിശക്കുന്നുണ്ടോ? താൻ മരിച്ചാൽ തന്റെ അപ്പുവിന്റെ അവസ്ഥ എന്താകും? കടക്കാർ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടാൽ അനാഥനാകുന്ന തന്റെ മകൻ ഈ കുട്ടിയെപ്പോലെ തെരുവിലാവില്ലേ? വിശന്നു തളർന്ന് ആരുടെയെങ്കിലും കനിവിനായി കൈ നീട്ടേണ്ടി വരില്ലേ അവന്? നാളെ അവനും ഇതേപോലെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങേണ്ടി വരില്ലേ? ആരും നോക്കാനില്ലാതെ തെരുവുനായികളോടൊപ്പം? ഇല്ല, മാധവ് തന്നോട് തന്നെ പറഞ്ഞു. അവന്റെ ശബ്ദത്തിന് ശക്തിയുണ്ടായിരുന്നു. എനിക്ക് മരിക്കാൻ അവകാശമില്ല. താൻ മരിച്ചാൽ തോൽക്കുന്നത് ഞാനല്ല, എന്റെ അച്ഛനും അമ്മയും എന്റെ കുഞ്ഞുമാണ്. ഏറ്റവും വലിയ പ്രതികാരം ശാലിനിയോട് ചെയ്യേണ്ടത് മരിച്ചുകൊണ്ടല്ല, ജീവിച്ചുകൊണ്ടാണ്. അവൾ ഉപേക്ഷിച്ചു പോയ ജീവിതം വിജയിച്ചു കാണിച്ചുകൊണ്ട്, അവളെക്കൊണ്ട് അസൂയപ്പെടുത്തിക്കൊണ്ട് ആകാശത്തോളം വളരണം. അപ്പുവിനെ ഒരു രാജകുമാരനെ പോലെ വളർത്തണം. മാധവിന്റെ ഉള്ളിൽ അണഞ്ഞുപോയ തീ വീണ്ടും ആളിക്കത്തി. അത് പ്രതികാരത്തിന്റെ തീയല്ല, അതിജീവനത്തിന്റെ തീയായിരുന്നു. തണുത്തുറഞ്ഞ അവന്റെ രക്തം ചൂടുപിടിച്ചു. മഴ പൂർണ്ണമായി തോർന്നിരുന്നു. കിഴക്ക് ചുവപ്പുരാശി പടരുന്നു. ആകാശത്തിലെ കാർമേഘങ്ങൾ മാറി സൂര്യനുദിക്കാൻ തയ്യാറെടുക്കുന്നു. മാധവ് പോക്കറ്റിൽ നിന്ന് നനഞ്ഞുകുതിർന്ന അപ്പുവിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു നോക്കി. ആ കുഞ്ഞുമുഖം അവൻ 1000 ആനകളുടെ കരുത്ത് നൽകി. അവൻ ആ നാടോടി ബാലന്റെ അടുത്തേക്ക് ചെന്നു. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന വണ്ടിക്കൂലിക്ക് വെച്ചിരുന്ന അവസാനത്തെ 10 രൂപ നോട്ടെടുത്ത് അവന് നൽകി. ഇത് വെച്ചോ മോനെ, ചായ കുടിക്കാം. നീയാണെന്നെ രക്ഷിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന്. മാധവിന്റെ തൊണ്ടയിടറി. ആ കുട്ടി അത്ഭുതത്തോടെ അവനെ നോക്കി. ചേട്ടൻ പോവുകയാണോ? അതെ, തിരിച്ചു പോവുകയാണ്. ജീവിക്കാൻ. എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ മകനെ എനിക്ക് വളർത്തണം, കടങ്ങൾ വീട്ടണം. ഒരു ദിവസം നീ കേൾക്കും ഈ മാധവന്റെ പേര്. തോറ്റുപോയവനല്ല, ജയിച്ചു കയറിയവനെന്ന്. മാധവ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവന്റെ കാലിലെ വേദന ഇപ്പോൾ അവനൊരു പ്രശ്നമായിരുന്നില്ല. അവന്റെ ഓരോ ചവിടുവയ്പിലും പഴയ ആത്മവിശ്വാസം തിരികെ വന്നിരുന്നു. ആ നടത്തിന് വരാനിരിക്കുന്ന യുദ്ധത്തെ നേരിടാനുള്ള ഒരു പോരാളിയുടെ കരുത്തുണ്ടായിരുന്നു. ഇനി ആരും തന്നെ തളർത്തില്ല. സൂര്യൻ ഉദിച്ചുയരുന്നു. അതിന്റെ പൊൻകിരണങ്ങൾ മാധവന്റെ മുഖത്ത് പതിച്ചു. ഇരുൾ വീണ പാളങ്ങൾ പിന്നിൽ മറഞ്ഞുപോയി. മുന്നിൽ വെളിച്ചം നിറഞ്ഞ പ്രതീക്ഷയുടെ പുതിയൊരു പാത തെളിഞ്ഞുവരുന്നുണ്ടായിരുന്നു. അവൻ അപ്പുവിനെ ഓർത്തു. കാത്തിരുന്നോ മോനെ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. തോൽക്കാനല്ല, നമ്മൾ ജയിക്കാൻ പോകുന്നു. മാധവ് വേഗത്തിൽ നടന്നു പുതിയൊരു ജീവിതത്തിലേക്ക്.